നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര കുറ്റ്യാടി റോഡിൽ സീബ്ര ലൈൻ തെളിയാത്തത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതമാവുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പും PWDയും സംയുക്തമായി പരിശോധന നടത്തി അപകടങ്ങൾ വർദ്ധിക്കുന്ന അവസ്ഥയിൽ ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് ജോയിന്റ് RTO പറഞ്ഞു. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പോലീസും PWD അധികൃതരും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പേരാമ്പ്രയിൽ സീബ്ര ക്രോസ് പരിശോധന നടത്തി. ടൗണിലെ സീബ്ര ലൈൻ തെളിഞ്ഞു കാണാൻ പറ്റാത്തതിനാൽ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയുന്നില്ല. സീബ്ര ലൈനിൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതും പതിവാണ്. ഇതിനെല്ലാം പരിഹാരം കാണാനാണ് സ്ഥലം പരിശോധിച്ചത്. ജോയിന്റ് RTO TM പ്രഗീഷ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MG ജിനീഷ്, അഡീഷണൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീജേഷ്, ഷിനു, PWD ഓവർസിയർ ദിവ്യ, SI സനത്ത് N പ്രദീപ്, പ്രൊബേഷൻ SI അനുഷ ഗോപിനാഥ്, ASI രാജേഷ് K, CPO വിശാഖ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പരിശോധനാ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുമെന്ന് ജോയിന്റ് RTO TM പ്രഗീഷ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മൊത്തത്തിലായിട്ട് ഈ ഒരാഴ്ച സീബ്ര ക്രോസിംഗ് ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പൊതുജനങ്ങളെയും കുട്ടികളെയും സുരക്ഷിതമായ രീതിയിൽ സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്ന രീതി പരിശീലിപ്പിക്കുകയും അതേപോലെ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് ഒഴിവാക്കുക, സീബ്ര ക്രോസിങ്ങിൽ ഉള്ള ഗ്രില്ല് ഫുട്പാത്തിൽ വെച്ചിരിക്കുന്ന ഗ്രില്ല് ഒഴിവാക്കി സുഗമമായ രീതിയിൽ ക്രോസ് ചെയ്തു പോകാനുള്ള സംവിധാനങ്ങൾ നോക്കുക, മാഞ്ഞു പോയിരിക്കുന്ന സീബ്ര ലൈനുകൾ തെളിയിക്കുന്ന രൂപത്തിൽ അത് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉദ്ദേശം. പേരാമ്പ്ര ഓഫീസിൻ്റെ കീഴിൽ പേരാമ്പ്ര പോലീസ്, PWD അധികൃതർ, മോട്ടോർ വാഹന വകുപ്പ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്ന് ഈ പരിശോധന നടത്തുകയുണ്ടായി. ഇതിൻ്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയച്ചു നൽകുന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിൻ്റെ നവീകരണം ഉണ്ടാവുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.